അമ്മ ചേട്ടാ അച്ഛാ അമ്മ അച്ഛാ 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 എണ്ണീര് അമ്മ ശമ്പൂടാ അച്ഛാ അമ്മ അമ്മ വാമ അമ്മ അച്ഛാ എണ്ണീര് അച്ഛാ 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 എണ്ണീര് അച്ഛാ അച്ഛാ എടാ അച്ഛന്റെ ബോധം പോയടാ ബോധം പോയാ അപ്പൂപ്പ അച്ഛമ്മ അച്ഛമ്മ അച്ഛാ എടാ നീ ഇത്തിരി വെള്ളം എടുത്തു എന്തെങ്കിലും എടുത്തു അച്ഛാ അമ്മ അമ്മച്ചേ അയ്യോ എന്ത് പറ്റിയടാ അച്ഛന്റെ ബോധം പോയമ്മ ബോധം പോയോ അതെ അച്ഛാ എഴുന്നേറ്റേ അച്ഛാ എണ്ണീര് അച്ഛാ ഇതെങ്ങനെയാടാ ഇത് എന്ത് പറ്റിയതാ അമ്മച്ചി ഞാൻ ഈ ഒരു വാർത്ത കൊണ്ട് കാണിച്ചപ്പോഴത്തേക്ക് അച്ഛന്റെ ബോധം പോയി വാർത്തയോ അച്ഛാ ഇത് ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷന്റെ സമരത്തിന്റെ വാർത്തയല്ലേ അത് കാണിച്ചു ബോധം പോയി അച്ഛാ അച്ഛാ എണ്ണീര് അച്ഛാ അതെ ഒന്ന് എഴുന്നേറ്റേ അച്ഛാ എണ്ണീച്ചാ എടാ ചമ്പൂടാ എടാ അതെ അതാ അച്ഛാ അച്ഛാ ഒന്ന് എണ്ണീര് അച്ഛാ വെള്ളം ഒഴുകി ഒഴുകി എന്റെ പൊന്നു മനുഷ്യ അത് ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷന്റെ സമരത്തിന്റെ വാർത്തയാ എന്റെ അച്ഛൻ ഇവിടെ കുടിവെള്ളത്തിന്റെ പ്രശ്നമില്ലേ അപ്പൊ ആണുങ്ങളെല്ലാം സമരത്തിന് ഇറങ്ങാൻ പോകുന്നു നേരത്തെ പറഞ്ഞുകൂടായിരുന്നു. അച്ഛൻ പറയാൻ സമ്മതിക്കേണ്ട അതിനുമുട്ട് അച്ഛൻ ബോധം കിട്ടി വീണില്ലേ മനുഷ്യരെ പേടിപ്പിക്കുക ഇങ്ങനെയാണ് വാർത്ത കൊണ്ടു പറയുന്നത്. അതിന് അച്ഛൻ പേടിക്കുന്ന എന്തിനാ വാർത്ത കണ്ടിട്ട് നിങ്ങളൊന്ന് എഴുന്നേറ്റേ പിടിക്കടാ വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാൻ അല്ല അച്ഛൻ ഈ വാർത്ത കണ്ടതിന് അച്ഛൻ ഇത്തിരി ബോധം കിട്ടി വേണം ഇനി അതോടെ ഞാൻ പറഞ്ഞോ ചോദിച്ചതേ ഉള്ളൂ ആ പോ ഓടാ ശരി ഡേയ് ഇനി വാ എന്നെ പിടിച്ചോണ്ട് കിടത്ത് എന്നെ ഒന്ന് പിടിച്ചോണ്ട് കിടത്താൻ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ കുഴപ്പമൊന്നുമില്ല വീണപ്പോ വാഴക്കകത്ത് തലയിടിച്ച് അല്ല വാഴക്കകത്ത് തലയിടിച്ച് എന്താ എന്താ കൊച്ചിന്റെ അടുത്ത് കാണിക്കുന്നത് വാവേ ചിരിക്കണില്ല സുമേഷാമ്മ ചിരിക്കുന്നില്ലേ ചിരിക്കത്തെ ഒന്നുമില്ല ഞാനേ ഹലോ ആ ഹലോ എടി നീ ഇന്ന് എപ്പം വരും ഒന്നുമില്ല കൊച്ചിനെ ചെറിയൊരു പനി അയ്യോ പേടിക്കാനൊന്നുമില്ല ആ ഇല്ലില്ല ഞാനൊക്കെ ഇവിടെ ഇല്ലേ ഞങ്ങൾ കൊണ്ടുപോക്കോളാം അല്ല വേണ്ടെന്ന് അളിയനെ പറഞ്ഞ് വിടണ്ടെന്ന് ആ എന്നാ ശരി എന്നാ അളിയനെ പറഞ്ഞു വിട് ആ ശരി എന്ത് സുമേഷാമ്മ എവിടെയോ കൊണ്ടുപോവാന്നൊക്കെ പറയണായിട്ട് അത് ചെറിയ ഒരു പനി കൊച്ചിന് അപ്പം ആശുപത്രി കൊണ്ടുപോയി അതങ്ങ് മാറും എന്താ രണ്ടുപേരും കൂടെ പരിപാടി കുഞ്ഞിന്റെ അടുത്ത് കൊച്ചിനെ ചെറിയൊരു പനി പനിയോ ആ അയ്യോ നേരാണല്ലോടാ ചെറിയൊരു ചൂടുണ്ടല്ലോ ചെറിയ ചൂടുണ്ട് ചുമ്മാ അല്ല മോള് നേരത്തെ കരഞ്ഞേ നമുക്കിന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോടാ അമ്മ ഞാൻ കിളിയെ വിളിച്ചപ്പോഴേ അളിയൻ ഇങ്ങോട്ട് പറഞ്ഞുവിടാന്ന് പറഞ്ഞു അവൻ എങ്ങനെ ഇങ്ങോട്ട് വരുന്നേ കിളിയുടെ കാല് ഉളുക്കിയിട്ട് അവൻ തിരുമിക്കാൻ കൊണ്ടുപോയതല്ലേ എന്തായാലും അല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ കൊണ്ടുപോകാം അമ്മയ്ക്ക് വേറെ ഒരുപാട് പണിയുണ്ടല്ലോ നീ കൊണ്ടുപോകാനോ ഒറ്റയ്ക്കോ അതെന്താ എനിക്ക് ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ പറ്റും ഞാൻ ഇത്ര വലിയൊരു ചെറുപ്പക്കാരനല്ലേ എടാ എന്നാലും ഒരെന്നാലും ഇല്ല ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം അങ്ങോട്ട് ഇപ്പം വരാം വേണ്ട ഞാൻ പൊക്കോളാം ഞാൻ പൊക്കോളാം അയ്യോ കരയാൻ തുടങ്ങിയല്ലോ ഓ കരയില്ലടാ നമുക്ക് ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് എല്ലാം ശരിയാക്കാം കേട്ടോ അമ്മ ഇപ്പൊ വരുവേ ഓ ഓ കരയല്ലേ കമ്മനി തങ്കമേ കരയല്ലേ അയ്യോ പാവം അല്ല അപ്പൂപ്പന് ക്ഷീണം കുറവുണ്ടാ ക്ഷീണോ ആർക്ക് ക്ഷീണം അല്ല അപ്പൂപ്പനിൽ അവിടെ ബോധം കിട്ടു വീണ നീ എനിക്ക് ബോധം ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വന്നാണോ എന്നെ ബോധം കെടുത്താൻ വന്നേണോ അല്ല അപ്പൂപ്പന് ക്ഷീണം കുറവുണ്ടാന്ന് അന്വേഷിക്കാൻ വന്ന് ചെറുക്കാൻ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല നീ കയറി പോയാത്തോട്ടു കുഴപ്പമില്ല ആ ഒരു കുഴപ്പമില്ല എന്നാ നീ അപ്പൂപ്പനും കൊച്ചുമോനും കൂടി ഇവിടെ കിടന്ന് കാറുന്നേ സിന്ധു കേൾക്കുന്നു എന്തുവാ ഇത് സിന്ധു കേട്ടാ എടി ഞാൻ ഇച്ചിരി കാറ്റ് കൊള്ളാൻ വേണ്ടി ഇവിടെ വന്ന് നിന്നപ്പോഴേ ഇവ വന്ന് എന്നെ ഒരുമാതിരി കളിയാക്കുന്നു ആണോടാ അയ്യോ അച്ഛമ്മ ഞാൻ കളിയാക്കിയൊന്നുമില്ല അപ്പൂപ്പന്റെ മുഖത്ത് എന്തോ ക്ഷീണം കളക്കാം അത് ഞാൻ ചോദിച്ചത് എന്റെ മുഖത്തിന് ഒരു കുഴപ്പവും ഇല്ല കേട്ടല്ല ആ നീ കയറിപ്പോ ചമ്മ നീ കയറിപ്പോ ഞാൻ ചോദിച്ചോളാം
പോടാ. ഞാൻ പൊക്കോളാം. അതെ നിങ്ങൾ എന്തിനാ ചെറുക്കനെ ഇട്ട് വഴക്ക് പറയുന്നേ? എടി പിന്നല്ല, മനുഷ്യ ഉണ്ണാതെ ഇവിടെ തലയ്ക്ക് ഭ്രാന്തെടുത്തിരിക്കുക. മണിയുണ്ട് സാർ വീണ്ടും എന്നെ വിളിച്ചിരുന്നെന്ന്. അതിന് അങ്ങേര് ഇന്നലെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു തീർത്തല്ലേ? എന്തോന്ന് പറഞ്ഞു തീർത്തെന്ന്? അങ്ങേർക്ക് വീണ്ടും എന്റെ അടുത്ത് എന്തൊക്കെയോ പറയാനുണ്ടെന്നു. എനിക്ക് തോന്നുന്നേ അങ്ങേര് നിങ്ങളെയും കൊണ്ടേ പോവുള്ളൂ. അതെന്തൊരു വർത്താനോട് ഇത് നീ പറയുന്നേ? അല്ലാതെ പിന്നെ ഞാൻ എന്തോന്ന് പറയാനാ? അങ്ങനെ വെറുതെ വന്നിട്ട് അങ്ങ് പോട്ടെന്നേ. നിങ്ങൾ എന്തിനാ ഈ കിടന്ന് വെപ്രാളപ്പെടുന്നേ? എടി അങ്ങേര് ഇങ്ങോട്ട് വന്നു കയറിയായി സംഗതിയാകെ പൊളിയൂലേ? ഞാൻ എയർ മാർഷൽ ആണെന്നാണല്ലോ ഇവിടെ എല്ലാവരും പറഞ്ഞു വെച്ചിരിക്കുന്നത്. എനിക്ക് ജോലി കൊടി വീശാണെന്ന് എല്ലാവരും അറിയില്ലേ? നാട്ടുകാരൊക്കെ അറിയില്ലേ? നിങ്ങൾ ഈ പറഞ്ഞ കാര്യം തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാ? മക്കൾ എൻ്റെ മുഖത്ത് നോക്കി ഇത്രയും കാലം അച്ഛൻ ഞങ്ങളെ പറ്റിക്കായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടാ? അതെ നിങ്ങളിങ്ങനെ ഓരോന്ന് ആലോചിച്ച് വെറുതെ ആരോഗ്യം കളയണോ? എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ടെൻഷൻ അടി നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ലല്ലേ? എനിക്ക് മനസ്സിലാവും, പക്ഷെ ഇങ്ങനെ വെപ്രാളം കാണിച്ചിട്ടും ടെൻഷൻ അടിച്ചിട്ടും ഒരു കാര്യമില്ല. അതെ ഞാൻ പറയുന്നു കേക്ക്, ഇതൊക്കെ മനസ്സിൽ നിന്ന് കളാ. എടാ അതും ആ അലമാരിക്കകത്ത് വെച്ചിട്ടുണ്ട്. എടാ അലമാരിയുടെ വലത്ത് സൈഡില്. അവിടെ പോണ പാൻറ്റൊക്കെ ഇട്ടുണ്ട്. ഹോസ്പിറ്റലിൽ പോവാ. കുഞ്ഞിന് വയ്യല്ലോ. കുഞ്ഞിനെന്തോ പറ്റി? ഒന്നുമില്ലെന്നേ, ചെറിയൊരു പനി. അനി എവനാണോ കൊച്ചിനെ കൊണ്ട് ആശുപത്രി പോണേ? അയ്യോ ഞാൻ പിങ്കിയെ വിളിച്ചായിരുന്നു. കുഞ്ഞിനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടു ചെന്നാൽ മതി, വൈദ്യരെ അടുത്ത് അവിടെ അങ്ങോട്ട് വന്നോളാന്ന് പറഞ്ഞു. പ്രശ്നങ്ങള്. ഇനി നിങ്ങൾ അത് ഓർത്ത് പറയല്ലേ? നിങ്ങൾ ഒന്നാകത്തോട്ട് തന്നെ ഇരിക്കണ്ട. എടാ വരുന്നു, വാ. നിസ്സാര കാര്യങ്ങളല്ലേ? എന്ത് കണ്ണാ? ഒന്നുമില്ല. പനിയുണ്ടാ? ചെറുതായി. അല്ല നീ ഈ കൊച്ചിനെ കളിപ്പിച്ചോണ്ടിരിക്കണ്ട, പനി കൂടും. നീ ഇങ്ങോട്ട് മാറിയില്ലേ? വാക്ക് പനിയല്ലേ ശമ്പിച്ചേട്ടാ? എടാ അത് കുഴുവെന്നാണ് പറയുന്നത്, നീ മാറ്. വേണ്ട ഞാൻ ഇവിടെ ഇരുന്നോളാം. കണ്ണാ മാറ്. ഇപ്പഴേ കൊണ്ടുപോണ? പിന്നെ കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കണ്ടേ? സുമേഷാമ്മ ഞാനും വരട്ടോ? മക്കളടുത്ത് സുമേഷമ്മ നേരത്തെ പറഞ്ഞില്ലേ വരണ്ടെന്ന്, അപ്പൊ മക്കള് വരണ്ട. സുമേഷാമ്മ പ്ലീസ്. എടാ നീ പോയിട്ട് എന്തിനാ? ചിറ്റപ്പൻ നോക്കിക്കോളും. അല്ല നീ എന്തിനാ വിഷമിക്കുന്നേ? ഞാൻ കുഞ്ഞിന്റെ ചേട്ടയല്ലേ? എടാ അപ്പൊ ഞാനും ചേട്ടനല്ലേ, ഞാനും പോണ്ടേ? ഒരു കാര്യം ചെയ്യ്, നീ ഇവരോട് കൂട്ടിരിക്കും. ഞാനല്ലേ കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. വിരിക്കടാ, അത് നോക്കടാ. പോട്ടെ വരാമേ. വിളിച്ചാ മതിയേ. വേണ്ട വേണ്ട വേണ്ട. ഞാൻ തീരുമാനിച്ചു. ഞാൻ പത്രസമ്മേളനത്തിന് ഇനി പോകുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. നിങ്ങളല്ലേ പറഞ്ഞ മണികണ്ഠൻ സാറ് സുപ്പീരിയർ ആണ്, ബോസ് ആണ്, അങ്ങേര് പറയുന്നൊന്നും എതിർത്ത് പറയാൻ പാടില്ല എന്ന്. സംഗതി അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഇനി സാറ് വിളിച്ച നോ എന്ന് പറയാനുള്ള ധൈര്യം എനിക്കുണ്ട്. ആ ധൈര്യം എന്നും ഉണ്ടായാൽ മതി. അയ്യോ ധൈര്യം എനിക്ക് എപ്പോഴും ഉണ്ട്. ഇയാൾ എന്നെ ചോർത്തി കളയാതിരുന്നാ മതി. ആഹാ ഇപ്പൊ അങ്ങനെയായോ? ഇത് അറിഞ്ഞപ്പോ മുതൽ ഞാനല്ലേ നിങ്ങൾക്ക് ധൈര്യം തന്നോണ്ടിരുന്നേ. ഞാൻ പറയുന്നതിനൊന്നും ഒരു വിലയില്ലല്ലോ. ഞാൻ പോയിട്ട് വരാമേ. നീ ഒറ്റയ്ക്ക് കൊച്ചിനെ കൊണ്ട് ആശുപത്രിയിലൊന്നും പോണ്ട, ലളിത കൊണ്ട് വരും. അച്ഛാ അമ്മയ്ക്കൂടെ വേറെ പണിയില്ലേ? ഞാൻ ഇവനോട് പറഞ്ഞതാ ഞാനിവിടെ കൂടെ പോവാന്ന്, അപ്പൊ വേണ്ടാന്ന് പറഞ്ഞവൻ. എടേ നീ ഒറ്റയ്ക്ക് കൊച്ചിനെ കൊണ്ട് പോയാൽ ശരിയാവൂല എന്നാ പറഞ്ഞത്. അതെന്താ ശരിയാവൂല. ചൂടുണ്ടോ? എടാ കുഴപ്പമൊന്നുമില്ല, ചെറിയ ടെമ്പറേച്ചറേ ഉള്ളൂ. നമുക്ക് ഏതായാലും ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാം. നീ പൈങ്കൂസിനോട് ഒറ്റയ്ക്ക് തിരിഞ്ഞു പോന്നാ? എന്ന് വെച്ചാൽ മാമ അവൾ അവിടെ എന്നെ നിൽക്കാൻ സമ്മതിക്കില്ല. അവള് പറഞ്ഞ വീട്ടിൽ പോ, കൊച്ചിനെ എടുത്തോണ്ട് ഡോക്ടറെ കാണില്ലെന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കണ്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്തിട്ട് ലളിതയും കൂടെ വരും. പെണ്ണുങ്ങളില്ലാതെ പോയാൽ ശരിയാവില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പോയി കൊച്ചിന്റെ ബാഗ് എടുത്തിട്ട് വരാം. അല്ല ഞാൻ പോണ്ടേ? വേണ്ട വേണ്ട, നീ പോണ്ട. നീ ഇവിടെ നിന്നിട്ട് ഇവിടുത്തെ പിള്ളേരെ കാര്യമൊക്കെ നോക്കിയാൽ മതി കേട്ടോ. ഇവിടെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. അതെന്തെന്ന് വർത്താനല്ലേ അച്ഛൻ പറഞ്ഞിട്ട് പോയത്? ഞാനിതിന് പിള്ളേരെ നോക്കുന്നത്, അവർ വളർന്നു വലുതായില്ലേ? വലുതായിരുന്ന നീ അവരെ നോക്കണ്ട, അവരൊരു ഭാഗത്ത് നീ കൊച്ചിനെ ഇങ്ങോട്ട്. അല്ല ബാക്കിയുള്ളതുങ്ങളെ നിന്നെ കണ്ട് പഠിച്ചൊരു വഴിയിൽ എത്തിയിടേ. ഞാൻ ഒന്നിനെങ്കിലും മാറ്റി വേറെ രീതിയിൽ വളർത്താൻ പറ്റുമെന്ന് ശ്രമിക്കട്ടെ. ഞാനിവിടെ വരായിരുന്നു. ഞാനിവിടെ ഡ്രസ്സൊക്കെ മാറിയിരിക്കുമല്ലേ? നീ പറഞ്ഞ ആ ആശുപത്രി അല്ലേ ഞാൻ പോണേ. നേഴ്സുമാർ അവിടെ ഇല്ല. നമുക്ക് പോയി
ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന കണ്ണ കണ്ണ എന്ത് നിന്റെ അടുത്താണ് ചോദിച്ചേ എന്ത് ഒറ്റയ്ക്ക് ഇരിക്കുന്നത് എന്തെന്ന്. അതൊന്നുമില്ല. ഒന്നുമില്ലേ? അല്ല ഞാൻ കൊറേ നേരം ഇവിടെ ശ്രദ്ധിക്കുന്നു. എന്റെ മുഖത്തൊരു വാട്ടം. എനിക്ക് പണിയൊന്നും ഇല്ല. പനിയില്ലേ? പിന്നെ നീ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നത് എന്തെന്ന് പറ. അതെ ശംഭു ചേട്ടാ, ഞാൻ ഒരു കാര്യം പറഞ്ഞ് ആരടുത്തും പറഞ്ഞു കൊടുക്കല്ലേ. നീ ആദ്യമേ കാര്യം പറ, എന്നിട്ട് പറയണോ വേണ്ടേന്ന് ഞാൻ തീരുമാനിക്കാം. എങ്കിൽ ഞാൻ പറയാനില്ല. കാര്യം പറയണ. ആരത്തെങ്കിലും പറഞ്ഞു കൊടുക്കോ? ഇല്ല. പ്രോമിസ് ചെയ്. പ്രോമിസ്. അതിന് കാര്യം പറ. അല്ലെങ്കിൽ പറഞ്ഞാ നോക്കി. പറ പറ. അതെ, ഇന്നലെ സുമേഷാമ്മ നമുക്കേ ഒരു ഐസ്ക്രീം വാങ്ങിച്ചു തന്നില്ലേ? ഓ എടാ, അതിന്റെ ബാക്കി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അതിനാണാ നീ ഇങ്ങനെ വന്നിരിക്കുന്ന? അതല്ല ശംഭു ചേട്ടാ. പിന്നെ? അതെ ശംഭു ചേട്ടാ, രാവിലെ അമ്മ പോയില്ലേ ഇവിടെന്ന്. അപ്പൊ വാവ കരഞ്ഞ അമ്മ കാണാത്തോണ്ട്. അപ്പൊ ഞാൻ ഐസ്ക്രീം എടുത്ത് ചെറുതായിട്ട് വായിക്കകത്ത് വെച്ചു കൊടുത്തു. ആരുടെ വായില്? വാവയുടെ. എടാ, നീ ആ പൊടിക്കൊച്ചിന്റെ വായിൽ ഐസ്ക്രീം വെച്ചു കൊടുത്താ? അത് കരഞ്ഞോണ്ടല്ലേ ശംഭു ചേട്ടാ, അതാണ്ട് ഇത്ര എടുത്ത് വെച്ചു കൊടുത്തു. കാരണം കരഞ്ഞെന്ന് പറഞ്ഞ പൊടി കൊച്ചുങ്ങൾക്ക് ആരെങ്കിലും ഐസ്ക്രീം കൊടുക്കുവോ? അതുകൊണ്ടായിരിക്കും കൊച്ചിന് പനിയായ. ശംഭു ചേട്ടാ ആരുടെ പറഞ്ഞു കൊടുക്കല്ലേ. ഞാൻ അപ്പച്ചെടുത്ത് പറഞ്ഞു കൊടുക്കും. പറഞ്ഞു കൊടുക്കല്ലേ പ്ലീസ്, പറഞ്ഞു കൊടുക്കല്ലേ, പറഞ്ഞു കൊടുക്കല്ലേ പ്ലീസ്. എടാ, പിന്നെ കൊച്ചിന് പനിയായില്ലേ കണ്ണാ? എന്റെ വാവയല്ലേ കരഞ്ഞ, അതുകൊണ്ടല്ലേ ഞാൻ കൊടുത്തേ. അതാരി നീ ഇവിടെ ഇരി. ഞാൻ പറഞ്ഞു കൊടുക്കൂല. നീ അവിടെ ഇരുന്നാണ്, ഞാൻ നോക്കിയിട്ട് കേട്ടു. ഹായ് മക്കളെ. ഹായ്. അല്ല അങ്കിള് അപ്പൂപ്പനെ തിരക്കി വന്നേണ്? അതെ 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 തന്നെയല്ലേ? അപ്പൂപ്പാ, അപ്പൂപ്പാ വാങ്ങളെ. എന്താടാ സാറായിരുന്ന? എടേ നീ അകത്തോട്ട് ചെല്ല്. അകത്ത് പോടാ, നിന്നെ അവിടെ വിളിക്കുന്നു. ചെല്ല്. സാറെന്താ സാറേ വീണ്ടും വന്നേ? എനിക്ക് വേറൊരു കാര്യം സംസാരിക്കുന്നത് പറഞ്ഞ ഓർമ്മയില്ലേ? എന്നാ നമുക്ക് അങ്ങോട്ടിരിക്കാം. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് അകത്തിരിക്കാം. സാർ അന്ന് വന്നപ്പോഴകത്തിരുന്നില്ല. പറയണം. അങ്ങോട്ടിരിക്കാം, അങ്ങോട്ടിരിക്കാം. അല്ല, സാറിനെന്തോ പറയാനുണ്ടെന്നും പറഞ്ഞല്ലോ. ഇരിക്കൂ കുഞ്ഞനെ. ഞാനേ ഒരു പ്രസ് കോൺഫറൻസ് നടന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ? നടത്തുന്നില്ലേ? അതെന്തായാലും നടത്തും. അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് വേറൊരു ഹെൽപ്പ് കുഞ്ഞുണ്ണിയുടെ ആവശ്യമുണ്ട്. വേറെ എന്ത് ഹെൽപ്പാണ് സാറേ? ഞാൻ സാറേ ഒരു മിനിറ്റ്. ഏയ് എന്ത് റൂമിലാ? എന്നാ കയറിക്കും. സാറേ പറയണം സാറേ, എന്താ ചെയ്യേണ്ടത്? എൻ്റെ മകൻ സുധീർ, അവൻ ദുബായിലാണ്. അവൻ ഈ കാര്യത്തിൽ ഒരു താല്പര്യമില്ല. താല്പര്യമില്ലെന്ന് വെച്ചാ? അവൻ ചോദിക്കുന്ന ഈ പഴയ കാര്യങ്ങളൊക്കെ എന്തിനാ കുത്തിപ്പൊക്കുന്നത്? ആണോ? അല്ല, ഈ മോന് താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകണോ സാറേ? നോ 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 നോ, വി ഹാവ് ടു ഫൈറ്റ് ഇറ്റ്. അതിനാണ് തൻ്റെ ഹെൽപ്പ് വേണ്ടത്. അല്ല, ഞാനിനി എന്ത് ഫൈറ്റ് ചെയ്യാനാണ് സാറേ? താനൊന്ന് സുധീറിനെ വിളിക്കണം. ഈ കാര്യം പറഞ്ഞ് അവനെ ഒന്ന് കൺവിൻസ് ചെയ്യണം. അല്ല അത് ഇടൂ, ഞാൻ എത്രയോ ഫ്ലൈറ്റുകൾക്ക് സിഗ്നൽ കൊടുത്താണ്. എൻ്റെ ജീവിതത്തിലും കൊണ്ടൊരു ഗ്രീൻ സിഗ്നലാണോ? അതൊക്കെ എന്തിനാ സാർ ഇവിടെ പറയുന്നത്? ഇടൂ, അതൊക്കെ താൻ ചെയ്ത ജോലിയുടെ ഭാഗമല്ലേ? സാറേ ഒരു മിനിറ്റ്. എവിടെ പോണം? എവിടെ പോണെന്ന്? പറമ്പിൽ പോണം നമ്മള്. ഈ വേഷം ഇട്ടുണ്ടോ? അല്ല, ഇത് നമ്മളെ ഇട്ട ഉടുപ്പ് ഉയർത്ത് പോയി, അതുകൊണ്ട് മാറ്റിയല്ലേ കാണാ. പറ. ഇതാടാ രണ്ടിനും ഒരു കള്ള ലക്ഷണം. അല്ല അപ്പൂപ്പനെ കള്ളലക്ഷണം. കള്ളനാ? അല്ല അപ്പൂപ്പനെ കള്ളലക്ഷണം എന്ന് തോന്നുകയാണ്. നമുക്ക് കള്ളത്തരമൊന്നുമില്ല. വെയിലത്തൊന്നും ഇറങ്ങി കളിക്കരുത് കേട്ടാ. ചെല്ല് ചെല്ല്. സുമേഷ് എവിടെ? ചിറ്റപ്പനാ? ചിറ്റപ്പൻ പറമ്പിൽ എവിടെയെങ്കിലും കാണും. ആണോ? പോട്ടോ. ഈ പിള്ളേരുടെ ഒരു കാര്യമേ.
അപ്പോഴേ ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത്. സാറെന്ത് പറഞ്ഞു? ആ മറ്റേ ഫോൺ ചെയ്യുന്ന കാര്യം. അവനെ ഫോൺ ചെയ്ത് കുഞ്ഞുണ്ണി കൺവിൻസ് ചെയ്ത് എൻ്റെ കൂടെ നിൽക്കാൻ പറയണം. അല്ല സാറേ, നമ്പർ എൻ്റെ ഇല്ല. അത് ഞാൻ വാട്സപ്പ് ചെയ്ത് തരാം. എന്നാ ഞാൻ വിളിച്ചോ. അപ്പോൾ ഓക്കെ കുഞ്ഞുണ്ണി. ഓക്കെ സാറേ. സാർ ഇറങ്ങല്ലേ? ശരി ശരി ഓക്കെ. ഞാൻ പറഞ്ഞോ? വേണ്ട വേണ്ട വേണ്ട, ഞാൻ പോകും. ഓക്കെ. സിന്ധുവച്ചേ, സിന്ധുവച്ചേ, സിന്ധുവച്ചേ. എന്താടാ? സിന്ധുവച്ചി കണ്ണനെ ശമ്പൂനെ കണ്ടായിരുന്നോ? ഇല്ലല്ലോ, എന്തു പറ്റി? അല്ല, ഇവിടെ നോക്കിട്ട് കാണുന്നില്ല, അതാ ചോദിച്ചേ. അവര് മറ്റേ ചാച്ചന്റെ കടയിലെങ്ങാനും പൊക്കാണോ? നീ അവിടെ ചെന്ന് നോക്ക്. ഓ, എന്നാലും പിള്ളേർക്ക് വല്ല കാര്യമുണ്ടോ ഒറ്റയ്ക്ക് ഇറങ്ങി പോവാൻ വേണ്ടിട്ട്? അല്ലടാ സുമേഷേ, സുമേഷേ, ഡാ പോയോ? കണ്ണാ പോവാം, പോവാം. കുറച്ചു നേരം കൂടെ ഇവിടെ നിൽക്കുക ശമ്പുചേട്ടാ. അല്ലാണ്ട് ഇത്ര നേരമില്ലേ, നമുക്ക് വീട്ടിൽ പോവാം. വേണ്ട ശമ്പുചേട്ടാ, ഭാവിക്കാണ്ട് നമുക്ക് കുറച്ചു നേരം കൂടെ പ്രാർത്ഥിക്കാം. എടാ മക്കളിങ്ങനെ വിഷമിക്കാതാ. വേണ്ട ശമ്പുചേട്ടാ, ഞാൻ കാരണമല്ലേ ഭാവിക്ക് പനി വന്നേ. മോൻ കാരണമൊന്നുമില്ല വാവയ്ക്ക് പനി വന്ന്. കുറച്ചു നേരം കൂടെ പ്രാർത്ഥിക്കണോ? പ്രാർത്ഥിച്ചോ. ദൈവമേ, ഭാവിക്കൊന്നും പറ്റല്ലേ, പെട്ടെന്ന് പനി മാറണേ. ഞാൻ കാരണമല്ലേ ഇതൊക്കെ പറ്റിയത്. ദൈവമേ പ്ലീസ് വേഗം പനി മാറ്റണേ. എന്നാ വാവയ്ക്കൊന്നും പറ്റില്ല, നമുക്ക് പോവാം. ഹലോ, സുധീറല്ലേ? ആ അതെ. സുധീറ, ഞാൻ കുഞ്ഞുണ്ണിയാണ്, പ്ലാവലെ വീട്ടിലെ. പറഞ്ഞോ മകളെ. പിന്നെ മോന്റെ അച്ഛൻ ഇവിടെ വന്നായിരുന്നു. പറഞ്ഞോ? എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? പറഞ്ഞായിരുന്നു. മണികണ്ഠ സാർ ഈ പ്രശ്നമായിട്ട് മുന്നോട്ട് പോകണമെന്നുള്ള വാശിയിലാണ്. അത് വേണോ മോനെ? അത് എനിക്കും ബുദ്ധിമുട്ടാ അങ്കിളെ. ഇനിയിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോൻ അച്ഛനോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഈ കേസിൽ നിന്നൊന്ന് പിന്മാറാൻ പറഞ്ഞു. അറിയാമല്ലോ, പത്രക്കാരൊക്കെ അറിഞ്ഞാൽ പിന്നെ ആകെ പ്രശ്നമാണ്. പ്രസ് മീറ്റ് ഒന്നും നടത്തണ്ടെന്ന് പറ. പിന്നെ അവസാനം നമ്മുടെ കയ്യിലൊന്നും നിൽക്കൂല. ഞാൻ ഓൾറെഡി ഈ കാര്യം അച്ഛനോട് സംസാരിച്ചാണ്. അയ്യോ മോനെ, അങ്ങനെ ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ല. സ്ട്രോങ് ആയിട്ട് അച്ഛനോട് പറയണം. മക്കൾ പറഞ്ഞ അച്ഛൻ അനുസരിക്കും. അത് ഞാൻ പറഞ്ഞു നോക്കാം അങ്കിളെ. പിന്നെ ഹലോ, പറഞ്ഞോ. അതെ, ഞാൻ വിളിച്ച കാര്യം അച്ഛനോട് പറയണ്ട കേട്ടോ. എന്താ? അല്ല, വേറൊന്നുമല്ല. ഇനി ഞാൻ മോനോട് സംസാരിച്ച കാര്യം അച്ഛൻ അറിഞ്ഞാൽ അച്ഛൻ്റെ ഈഗോ ഹർട്ടായാലോ. അയ്യോ അങ്കിളെ, അത് പിന്നെ ഞാൻ അച്ഛനോട് കള്ളം പറയാറില്ല. മോനെ, കള്ളം പറയാനല്ല ഞാൻ പറഞ്ഞത്. എന്തായാലും അങ്കിൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചെന്നുള്ളത് ഞാൻ അച്ഛനോട് പറയും. ഹലോ മോനെ, ഹലോ. വിളിക്കണ്ടായിരുന്നു ചെറുക്കനെ. എന്റെ പൊന്ന് കണ്ണ, ഒന്ന് അനങ്ങി വാ. ഞാൻ വരുമല്ലേ? എടാ ഇങ്ങനെ നമ്മൾ ആരത്തെ ചോദിക്കാതെ വന്നല്ലേ, സമയം ഒരുപാടായി. വാ, നടന്നാണ് അങ്ങോട്ട്. ഞാൻ നടന്നു വരുവാ. കണ്ണ, അവര് ചോദിച്ച നമ്മൾ എന്തിനു പറയും? വേഗം വാ. അമ്പലത്തിൽ പോയെന്ന് പറയും. ഈ സമയത്ത് അമ്പലത്തിൽ പോയി എന്തിനെന്ന് ചോദിച്ചാൽ എന്തിനു പറയും? കൊച്ചിന്റെ ഐസ്ക്രീമിന്റെ കാര്യമൊക്കെ പറയണോ? വേണ്ട. അന്നേ വാ. എടാ നീ അനങ്ങി വാടാ കണ്ണ, കളിക്കല്ലേ കണ്ണ. അവിടെ പോയത്, അവിടെ മറ്റേ പിള്ളേര് കളിക്കുന്നുണ്ടാന്ന് കാണാൻ പോയത്. എവിടെ? അവിടെ എവിടെ? ഗ്രൗണ്ടിൽ. ഗ്രൗണ്ടില്. അല്ല, ഞാൻ ചന്ദനക്കുറി കിട്ടാന്നല്ലോ ഗ്രൗണ്ടിൽ കളിക്കാൻ പോകുന്നത്. സത്യം പറടാ. അല്ല, അത് വന്ന വഴിക്ക് പറടാ. ഹലോ അമ്മച്ചി, പറയാമ്മ.
അഡ്മിറ്റ് ആക്കേണ്ടി വരുമോ? ചിലപ്പോഴോ? അല്ല ഞാനിപ്പോ പുറത്താ. ആ ഞാൻ അച്ഛനെ വിളിച്ച് പറഞ്ഞോളാം. ആ ശരി. ആ ഓക്കെ. എന്ത് പറ്റിയിട്ടപ്പാ? കൊച്ചിന് പനി കൂടുതൽ, ചിലപ്പോൾ അഡ്മിറ്റ് ആക്കേണ്ടി വരും. ചേട്ടാ വാവയ്ക്ക് എന്തെങ്കിലും പറ്റുമോ? വാവയ്ക്കൊന്നും പറ്റൂല.